പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മാർച്ച് മാസം 24 ആമേൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. അക്കരങ്ങളെ ഉയർത്തി നമുക്കൊന്ന് സ്തോത്രം പറഞ്ഞാൽ ആമേൻ. എല്ലാവരും ചേർന്ന് സ്തോത്രം പറഞ്ഞ് കഴിഞ്ഞ പകൽക്കാലം നടത്തിയത് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതമായി നടത്തുന്നത് ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. നമുക്ക് സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല ദിവസം സന്തോഷത്തോടെ ആനന്ദത്തോടെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. സങ്കീർത്തനക്കാരൻ പറയുന്നു, 86 സങ്കീർത്തനം 12-13 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കും. കർത്താവിൻ്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും. എന്നോടുള്ള കർത്താവിൻ്റെ ദയ വലിയതല്ലോ. കർത്താവിൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. നമുക്ക് ആ രക്ഷയുടെ സന്തോഷത്താനായിട്ട് സ്തോത്രം ചെയ്യാം. കാൽവരി രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നിത്യജീവൻ തന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലി സ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും ദൈവത്തിൻ്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യട്ടെ. ഇവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് സകല ജാതികളും പറയത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ മഹത്വം തൻ്റെ കുഞ്ഞുങ്ങളിലൂടെ മാനിഫെസ്റ്റഡ് ആകട്ടെ. പ്രത്യേകിച്ച് കർത്താവ് എക്സാം എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ എക്സാംസിൽ അങ്ങനെ ഗ്രേസ് കൂടെ ഇരിക്കണം. അതിനുള്ള ജ്ഞാനവും വിവേകവും ഓർമ്മയും കൊടുത്ത് അനുഗ്രഹിക്കണം. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങൾ വഴിയിട്ട്, പ്രത്യേകിച്ച് പൈൽസിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. തലച്ചോറിനകത്ത് ഇൻഫെക്ഷനാൽ ബുദ്ധിമുട്ടുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ട്യൂമറുകളും അപ്രത്യക്ഷമാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ കാഴ്ചക്കുറവുകളും പരിഹരിക്കപ്പെടട്ടെ. കേൾവിയുടെ കുറവുകൾ യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. ആസ്മ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ, അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങൾ കർത്താവിൻ്റെ കൈകളിൽ തരുന്നു. ദൈവം അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്ന ദാസിദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ പ്രത്യേക കൃപ പകർന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിൽ വലിയ ദൈവമഹത്വം വ്യാപരിക്കട്ടെ. വലിയ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആത്മാവിൻ്റെ വലിയ പകർച്ച ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നതിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 കർത്താവിനെ വെച്ചാൽ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ പങ്കെടുക്കണം. കർത്താവിൻ്റെ ഗ്രേസ് നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചനയിലേക്ക് നമുക്ക് പോകാം. പുറപ്പാട് പുസ്തകം 35 അധ്യായം അതിൻ്റെ 33 വാക്യം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ നമ്പർ 35 വേഴ്സ് 33. അവൻ ദിവ്യാത്മാവിനാൽ അവന് ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. അവൻ ദിവ്യാത്മാവിനാൽ, ദൈവം ദിവ്യാത്മാവിനാൽ അവനെ, അതായത് ബസലേലിനെ, ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട്
നിറച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. യെശയ്യാവിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവാത്മാവിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും യഹോവ ഭയത്തിൻ്റെയും ഒക്കെ ആത്മാവെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ അവൻ ജ്ഞാനമുള്ള വ്യക്തിയായിത്തീരും. അവൻ്റെ ജ്ഞാനം ലോകത്തിൻ്റെ ജ്ഞാനമല്ല, മാനുഷിക ജ്ഞാനമല്ല, അത് ഉയരത്തിൽ നിന്നും വെളിപ്പെടുന്ന ജ്ഞാനമാണ്. ആ ജ്ഞാനം നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കി തീർക്കും. ആ ജ്ഞാനം നമ്മളെ മറ്റുള്ളവരെക്കാൾ വിവേകമുള്ളവരാക്കി തീർക്കും. ആ ജ്ഞാനം നമ്മളെ വേഗത്തിൽ ഉയർത്തുവാൻ ഇടവരും. കാരണം മനുഷ്യൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ജ്ഞാനവും തമ്മിൽ വലിയ വ്യത്യാസമാണ്. അതാണ് 1 കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അതിനകത്ത് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യൻ്റെ ജ്ഞാനത്തെക്കാൾ വലുതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുവൻ്റെ മേൽ ദൈവാത്മാവ് പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ അവൻ ആത്മാവിൻ്റെ ശക്തിയിൽ, അവനിൽ ആത്മാവിൻ്റെ പ്രദർശനം നടക്കുമ്പോൾ അവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. അവൻ്റെ വിദ്യാഭ്യാസം അതിനൊരു വിഷയമല്ല, അവൻ്റെ എക്സ്പീരിയൻസ് അതിനൊരു വിഷയമല്ല, ഇതൊന്നും ഇതിനെ ബാധിക്കത്തില്ല. അതാണ് വ്യത്യാസം. ദൈവം ഒരുത്തനെ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ ചെയ്ത്. യേശു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആത്മാവിനാൽ നിറഞ്ഞ ജീവിച്ചു. അപ്പോൾ യേശുവിൻ്റെ കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കിക്കേ. യേശു സംസാരിക്കുന്നത് എന്തൊരു ജ്ഞാനത്തിലാണ്. യേശുവിൻ്റെ ജ്ഞാനത്തെ മറ്റുള്ളവർക്ക് അത്ഭുതമായി കണ്ടത്. യേശുവിൻ്റെ മറുപടികൾ, യേശു ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം വ്യത്യസ്തമായിരുന്നു. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ ദൈവ പൈതലിൻ്റെ ഉള്ളിലും വസിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തരാണ്. നമ്മുടെ ജ്ഞാനം വ്യത്യസ്തമാണ്, നമ്മുടെ പ്രവൃത്തികൾ വ്യത്യസ്തമാണ്, നമ്മുടെ വാക്കുകൾ വ്യത്യസ്തമാണ്, നമ്മുടെ ചിന്താരീതികൾ വ്യത്യസ്തമാണ്, നമ്മുടെ പ്രൊഫഷണൽ കരിയറിനകത്തൊക്കെയും നമ്മൾ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കാം, നമ്മളെക്കാൾ എഡ്യൂക്കേഷൻ ഉള്ളവരായിരിക്കാം. അതൊന്നും ഇതിനെ ബാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിനകത്ത് ഭയങ്കര മാറ്റങ്ങൾ വരും. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത എന്താ? മനുഷ്യനിലുള്ളതാണ് അവനിലെ ആത്മാവ്, മനുഷ്യരിലെ ആത്മാവ് അറിയുന്നു. എന്നാൽ അവൻ തന്നെ ദൈവത്തിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവാണ് പറഞ്ഞു തരുന്നത്. അത് മറ്റാർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത. അപ്പോൾ ആഴമേറിയ ജ്ഞാനം, ആഴമേറിയ വിവേകം, ആഴമേറിയ ബുദ്ധി, ഇതെല്ലാം നമുക്ക് ആരാധിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കണം. പരിശുദ്ധാത്മാവുമായിട്ടുള്ള വലിയ കൂട്ടായ്മയിൽ നടക്കണം. ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവിനോട് നമ്മൾ സംസാരിക്കണം. പരിശുദ്ധാത്മാവെ, അങ്ങനെ സഹായിക്കണമേ, അങ്ങനെക്ക് ജ്ഞാനം തരണമേ, അങ്ങനെ വിവേകം എന്നിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് സ്തോത്രം എന്ന് പറഞ്ഞ് നമ്മൾ അക്നോളജ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന സകലത്തിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകും. അവിടെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തന്മാരായിത്തീരും. നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായിത്തീരും, വിവേകമുള്ളവരായിത്തീരും. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നതിനായിട്ട് സ്തോത്രം, അങ്ങ് ഞങ്ങളിലൂടെ ഒഴുകുന്നതിനായിട്ട് സ്തോത്രം, അങ്ങ് ഞങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കി തീർക്കുന്നതിനായിട്ട് സ്തോത്രം, അങ്ങയുടെ നിറവ് ഞങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കി തീർക്കുന്നതിന് സ്തോത്രം. ബസലേലിനെ പോലെ അല്ല, ദാനിയേലിനെ പോലെ അല്ല, ആമേൻ, മറ്റാരേക്കാളും അധികമായി അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ആ ജ്ഞാനം ഞങ്ങളിലൂടെ ഒഴുകുകയും ചെയ്യുന്നതിന് സ്തോത്രം. അത് ഞങ്ങളെ മറ്റുള്ളവരുടെ നടുവിൽ അത്ഭുതമാക്കി തീർക്കുന്നതിന് സ്തോത്രം. ദാവീദ് പറഞ്ഞു, ഞാൻ പലർക്കും ഒരു അതിശയ വിഷയമായിരിക്കുന്നു. അതുപോലെ ഞങ്ങളെ ഈ അന്ത്യകാലത്ത് സകലരുടെ മുമ്പിൽ ഒരത്ഭുതമായി, ഒരു അതിശയ വിഷയമാക്കി തീർക്കുന്നതിന് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.